ഭർത്താവിന്റെ ശാരീരിക പീഡനം ഭയവും ആത്മഹത്യക്കായി ഒരുങ്ങിപ്പോയ ഒരു സ്ത്രീയിൽ ഒരു ക്രിസ്തീയ പാട്ട് വരുത്തിയ വലിയ വ്യത്യാസത്തെക്കുറിച്ചാണ് ഈ സാക്ഷ്യത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. പിന്നീട് ഇവർ വിശ്വാസത്തിൽ കടന്നു വന്നത് നിമിത്തം ഇവരെ ശാരീരികമായി പീഡിപ്പിച്ച തന്റെ ഭർത്താവ് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാവുകയും ഇവരിന്ന് ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നവരായി തീർന്നിട്ടുണ്ട്. കർത്താവ് ഇവരുടെ ജീവിതത്തിൽ ചെയ്ത വലിയ അത്ഭുതങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് അവർ സാക്ഷ്യമായി പറയുന്നത്. ആലയത്തിൽ കയറിയില്ല. അപ്പോൾ ഒരു പാട്ട് ഇങ്ങനെ കേൾക്കുവാനിടയായി തീർന്നു. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. ആ പാട്ട് എന്റെ ഹൃദയത്തിൽ ഒരു അമ്പ് പോലെ വന്നു തറയ്ക്കുകയും അന്ന് എനിക്ക് 27 വയസ്സുണ്ട്. ഈ 27 വയസ്സിൽ എനിക്ക് എന്റെ മാതാവിൽ നിന്ന്, എന്റെ പിതാവിൽ നിന്ന്, എന്റെ ഭർത്താവിൽ നിന്ന്, എന്റെ കുഞ്ഞുങ്ങളിൽ നിന്നും കിട്ടാത്തൊരു സമാധാനം എനിക്ക് ആ പള്ളിയുടെ മുറ്റത്ത് പോലും കാല് ചവിട്ടുന്നതിന് മുമ്പ് കിട്ടുകയും ആ പള്ളിയിൽ അന്ന് ഞങ്ങൾ കടന്നുപോയി. ഞാൻ മാത്രം കടന്നുപോയി. അവിടെ ചെന്ന് അവര് പ്രാർത്ഥിക്കുകയും പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും ഇന്ന് മരിക്കണം എന്ന് കരുതി ഉച്ചയായപ്പോൾ ആരാധനയെല്ലാം തീർന്നു കഴിഞ്ഞ് ഞാൻ മുറ്റത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുന്നൊരു ശബ്ദം, ഇനി ലോകം മുഴുവനും എതിരായാലും നിനക്കൊരു വിഷയമില്ലെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ആ മുറ്റത്ത് നിൽക്കുക. മുറ്റത്ത് നിൽക്കുമ്പോൾ എൻ്റെ കണ്ണിന്റെ മുമ്പില് വലിയൊരു മുട്ടി, വലിയൊരു കൊടുവാള്. അപ്പോൾ എന്നോട്, ഞാൻ കണ്ണു തുറന്നായിരിക്കുന്നു, എനിക്കത് കാണാം. എന്നോട് ഇങ്ങനെ ഒരു ശബ്ദം, ഈ മുട്ടിയിൽ വെച്ച് ഇഞ്ചിഞ്ചാ പറഞ്ഞാലും ഇതിന്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്, ആ ആത്മാവിനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നൊരു ശബ്ദം, വലിയൊരു ശബ്ദം അങ്ങ് ദൂരെ നിന്ന് കേൾക്കും പോലെ. എനിക്ക് ഈ 3 അനുഭവം ആ ഒരു ദിവസം എനിക്ക് ഉണ്ടാകുകയും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഈ ദൈവത്തെ എനിക്ക് പിൻപറ്റിയാൽ, അല്ലെങ്കിൽ ഈ ദൈവത്തെ ആരാധിച്ചാൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയും എന്ന് എനിക്ക് ചിന്തിപ്പാൻ ഇടയായി തീർന്നു. അതിന് മുൻപ് ഞാൻ പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങി. തോട്ടില്, ഞങ്ങളുടെ വീടിന്റെ താഴത്തോടെ തോടാണ്, വലിയ വെള്ളം വരുമ്പോൾ വഴക്കൂടും. നിസാര കാര്യത്തിന് വഴക്കൂടണമെങ്കിലും അത് എനിക്ക് സഹിക്കാൻ പാടില്ലാത്തതുകൊണ്ട് തോട്ടിൽ ചാടുവാൻ ഞാൻ പല പ്രാവശ്യം പോയി. തൂങ്ങിച്ചാകണമെന്ന് പല പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചിന്തിച്ച് കിടന്നുറങ്ങുമ്പോൾ കുഞ്ഞുങ്ങളെ എല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത്. നാളെ പ്രഭാതത്തില് എനിക്ക് എഴുന്നേക്കാൻ പറ്റുക, എനിക്കിങ്ങനെ തൂങ്ങി നിൽക്കണമെന്നെല്ലൊക്കെ ചിന്തിച്ചു. ഞാൻ ഒരു ദിവസം, ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. മൂത്തത് ആണാണ്, അവന് 7 വയസ്സുള്ളു. രണ്ടാമത്തത് പെൺകുട്ടി, അവൾക്ക് 5 വയസ്സ്. മൂന്നാമത്തത് 2.5 വയസ്സുള്ള ഒരു കൊച്ച ആൺകുട്ടി. ഞങ്ങള് തോടിന്റെ അടുത്ത് പോയിരുന്ന് ഒരു കിടാവുണ്ട് ഞങ്ങൾക്ക്. ആ കിടാവിനെ തീറ്റിക്കൊണ്ടിരുന്നപ്പോൾ ചില മാസികകളൊക്കെ വായിക്കും. മംഗളം ത്തില് ഈ ഫീച്ചർ അനുഭവം എഴുതി വിട്ടു. 3 കുട്ടികളും മാതാവും കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഇങ്ങനെ എടുത്ത് നിരത്തി എഴുതുക. അപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞിനോട്, മൂത്ത കുഞ്ഞിനോട് ചോദിച്ചു, മോനെ, നിങ്ങൾക്ക് ഇങ്ങനെ മരിക്കാൻ സമ്മതാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു, മമ്മി, എന്നെ കൊല്ലരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ജീവിച്ചും പഠിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നു. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ജീവിക്കണമെന്നാണല്ലോ താല്പര്യം. അന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള ഒരു ആത്മഹത്യയിൽ നിന്നും പിന്മാറുവാൻ ഇടയായി തീർന്നു. അനേക വിഷയങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വളരെ എതിർപ്പുകളും പ്രതികൂലങ്ങളുമായിരുന്നു. ഞാൻ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ ഹൃദയത്തെ പിടിച്ച് അന്നും ഇന്നും ഉലയ്ക്കുന്ന കാര്യ, നിന്നെ ഞാൻ ഏകയായി വിളിച്ച ദൈവമാണ്. ഞാൻ നിന്നെ അറിയാതിരിക്കാൻ നീ എന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചെന്ന് ദൈവത്തിന്റെ ശബ്ദ. ഈ വാക്യമോ ഈ വചനമോ ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ദൈവശബ്ദം കേട്ട് എനിക്ക് സമാധാനം തന്നു. പിന്നെ ഞാൻ അന്ന് സന്തോഷത്തോടെ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാൻ, മനുഷ്യരെ സ്നേഹിക്കുവാൻ എല്ലാം ദൈവം ശക്തിയും കൃപയും നൽകി.
ഇന്ന് വരെയും 1991 ജൂൺ മാസം 5-ാം തീയതി ഞങ്ങളുടെ ഭവനത്തിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു. 12, 13, 14 തീയതികളിൽ ഞങ്ങളുടെ ഭവനത്തില് ഉപവാസ പ്രാർത്ഥന നടന്നു. ഉപവാസ പ്രാർത്ഥന പെന്തക്കോസ്തുകാർ വന്ന് ഞങ്ങളുടെ അമ്മയ്ക്ക് അസുഖമായിട്ടിരുന്നപ്പോൾ കട്ടിലിന് ചുറ്റും ഇരുന്ന് അവരാരാധിക്കുവാനിടയായി തീർന്നു. ഈ ആരാധന കണ്ട് എനിക്ക് എന്തോ ഈ ശക്തി എനിക്കും വേണം കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. അപ്പൊ കൂടിയിരുന്നവരെല്ലാം പറഞ്ഞു, തങ്കമ്മ ഇങ്ങനെ കരയുകയാണ്. അപ്പൊ വേറൊരു അമ്മച്ചി പറഞ്ഞു, അവള് കരഞ്ഞോട്ടെ, പാപബോധം ഉണ്ടാകുന്നത് അവക്ക്. ഞാൻ 3-ാമത്തെ ദിവസം അഭിഷേകം പ്രാപിച്ചാണ് എനിക്ക് ആ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നത്. പ്രാർത്ഥനയിൽ വന്നു കഴിഞ്ഞ അനേക കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളെല്ലാം വന്നുവെങ്കിലും കർത്താവ് നിർത്തി ഞങ്ങളെ കുടുംബമായി ഇന്നുവരെ പരിപാലിച്ചു. ദൈവത്തിന്റെ വേലയ്ക്ക് അത് കഴിഞ്ഞ് 20 വർഷമായി ഞങ്ങൾ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നു, കർത്താവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് അവരെല്ലാം കുടുംബസ്ഥരായി. ഞങ്ങൾക്കിപ്പോൾ 8 കൊച്ചുമക്കളുണ്ട്. അങ്ങനെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഇന്ന് ഈ സാക്ഷ്യം പറയുവാൻ കർത്താവാണ് എന്നെ സഹായിച്ചത്. ഇപ്പോൾ ഞങ്ങൾ ഇടുക്കി പൈനാവ് എന്ന സ്ഥലത്ത് ഇമ്മാനുവൽ ഫെയ്ത്ത് മിനിസ്ട്രിയുടെ ദൈവത്തിന്റെ വേല ചെയ്യുകയാണ്. അവിടെ വന്നിട്ട് 15 വർഷമായി. സന്തോഷത്തോടെ അനേക ദൈവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൈപ്പോടെ കരയാനും കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാനും ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അനേകർക്ക് വേണ്ടി പിന്നെയും എഴുന്നേൽപ്പാൻ ദൈവത്തിന്റെ ഭൃത്യന്മാരുടെ വിലയേറിയ പ്രാർത്ഥന സഹായമായി ചോദിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലാണിരുന്നുള്ളൂ. സ്തോത്രം.